അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ IT ജീവനക്കാർക്കും മറ്റു പ്രൊഫഷണലുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ IT രംഗത്തും കോർപ്പറേറ്റ് ലോകത്തും വിദേശ ജീവനക്കാരെ നിയമിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ജനപ്രിയമായ H-1B വിസ പ്രോഗ്രാമിൽ വീണ്ടും വലിയ നിയമവാദങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ്. H-1B വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുതിയ 3 പ്രധാന നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ക്യാപ് ഇളവുകൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, വിസ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിൽദാതാക്കൾ, കൂടാതെ ഇന്ത്യൻ IT കമ്പനികൾ, വലിയ തോതിൽ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി പ്ലേസ്മെന്റുകൾ എന്നിവയിലാണ് ഈ പുതിയ മാറ്റങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. എന്താണ് ക്യാപ് എക്സംഷൻ ദുരുപയോഗം? IT കൺസൾട്ടൻസികളെയും തേർഡ് പാർട്ടി പ്ലേസ്മെന്റുകളെയും ഈ പുതിയ നീക്കം എങ്ങനെ ബാധിക്കും? അമേരിക്കൻ USCIS പരിശോധനകൾ എങ്ങനെ കടുപ്പിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം H-1B വിസ പ്രോഗ്രാമിന്റെ വിശ്വസനീയത ഉറപ്പുവരുത്താനും അമേരിക്കൻ തൊഴിലാളികളുടെ വേതനവും തൊഴിൽ സാഹചര്യങ്ങളും സംരക്ഷിക്കാനുമാണ് ഈ പുതിയ റെഗുലേറ്ററി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 മേഖലയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നാമത്തത് ക്യാപ് ഇളവുകൾ നേടുന്ന സ്ഥാപനങ്ങളുടെ യോഗ്യത പുനഃപരിശോധിക്കൽ. അടുത്തത് വിസ നിയമലംഘനങ്ങൾ നടത്തുന്ന തൊഴിൽദാതാക്കളെ ശക്തമായി നിരീക്ഷിക്കുന്നതിന് വിധേയമാക്കൽ. അടുത്തത് തേർഡ് പാർട്ടി ക്ലയന്റ് സെന്ററുകളിൽ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കുമേൽ കടുത്ത മേൽനോട്ടം വഹിക്കൽ എന്നിവയാണ്. നമുക്കറിയാം, 1990 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം പ്രതിവർഷം 65,000 H-1B വിസകളാണ് അമേരിക്ക നൽകുന്നത്. 2004 US സർവകലാശാലകളിൽ നിന്ന് മാസ്റ്റേഴ്സ് നേടിയവർക്കായി 2000 വിസകൾ കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ ആകെ 85,000 വിസകളാണ് വർഷം തോറും ലോട്ടറി സംവിധാനം വഴി അനുമതി നൽകുന്നത്. എന്നാൽ ഇതിൽ ഉൾപ്പെടാതെ, അതായത് ലോട്ടറിയിൽ പങ്കെടുക്കാതെ നേരിട്ട് അപേക്ഷിക്കാവുന്ന ചില ക്യാപ് എക്സം സ്ഥാപനങ്ങളുമുണ്ട്. സർവകലാശാലകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങൾ, റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയാണിവ. ഇത്തരം സ്ഥാപനങ്ങൾക്ക് വർഷത്തിലെ ഏത് സമയത്തും എത്ര വിസകൾ വേണമെങ്കിലും നേരിട്ട് ഫയൽ ചെയ്യാം. എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് ഈ ക്യാപ് എക്സംഷൻ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന പരാതികളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ഉപയോഗ മാനദണ്ഡങ്ങൾ മാറ്റി എഴുതാൻ DHS തയ്യാറാകുന്നത്. ഇനി മുതൽ ഏത് നോൺ പ്രോഫിറ്റ് സ്ഥാപനത്തിനും ലോട്ടറി ഇല്ലാതെ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അവരുടെ യോഗ്യത വളരെ കർശനമായി പരിശോധിക്കും. H-1B വിസ പ്രോഗ്രാമിൽ നടക്കുന്ന തട്ടിപ്പുകളും ക്രമക്കേടുകളും തടയുന്നതിനാണ് ഈ പുതിയ നിർദ്ദേശത്തിന്റെ രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം. മുൻകാലങ്ങളിൽ വിസ നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള തൊഴിൽദാതാക്കളെ അതീവ ശ്രദ്ധയോടെയും കർശനമായും USCIS നിരീക്ഷിക്കും. പ്രധാനമായും താഴെ പറയുന്ന 5 കാര്യങ്ങളിലാണ് ഇമിഗ്രേഷൻ വകുപ്പ് തട്ടിപ്പ് സംശയിക്കുന്നത്. ജീവനക്കാർക്ക് ലേബർ സർട്ടിഫിക്കറ്റിൽ വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകാതിരിക്കുക, അമേരിക്കൻ ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ ജീവനക്കാരെ നിയമിക്കുക, അപേക്ഷയിൽ പറഞ്ഞ ജോലിക്ക് പകരം ജീവനക്കാരെ കൊണ്ട് മറ്റു ജോലികൾ ചെയ്യിപ്പിക്കുക, അനുഭവ പരിചയമില്ലാത്തവർക്ക് വ്യാജ പരിചയ സമ്പത്ത് കാണിച്ച് വിസ നൽകുക, ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ജോലി സ്ഥലത്തിന് പകരം മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് മാറ്റുക. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴയും വിസ ആപ്ലിക്കേഷനുകൾ തള്ളിക്കളയുന്ന നടപടികളും നേരിടേണ്ടി വരും. ഇന്ത്യൻ IT ജീവനക്കാരെയും പ്രമുഖ IT സർവീസ് കമ്പനികളെയും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് തേർഡ് പാർട്ടി പ്ലേസ്മെന്റ് നിയമങ്ങളിലെ മാറ്റമാണ്. എന്താണ് തേർഡ് പാർട്ടി പ്ലേസ്മെന്റ്? വിശദമായി നോക്കാം. ഒരു കമ്പനി H-1B വിസയിൽ ജീവനക്കാരനെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന ശേഷം മറ്റൊരു ക്ലെയിം കമ്പനിയുടെ ഓഫീസിലേക്കോ പ്രൊജക്റ്റിലേക്കോ ജോലിക്ക് നൽകുന്ന രീതിയാണിത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ജോലിക്ക് അപേക്ഷിക്കുന്ന ജീവനക്കാരന്റെ യോഗ്യത മാത്രമല്ല, ആ ജീവനക്കാരൻ പോകുന്ന തേർഡ് പാർട്ടി ക്ലയന്റ് സ്ഥാപനത്തിന്റെ ആവശ്യകതയും അവിടുത്തെ ജോലി സ്പെഷ്യാലിറ്റി ഒക്കുപേഷൻ അഥവാ പ്രത്യേക കഴിവ് ആവശ്യപ്പെടുന്ന ഒന്നാണോ എന്നും നേരിട്ട് പരിശോധിക്കും. വിസ അപേക്ഷ നൽകുന്ന ഇടനില കമ്പനിയുടെ ആവശ്യമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ജോലി നൽകുന്ന ക്ലയന്റ് സ്ഥാപനത്തിന്റെ ആവശ്യമായിരിക്കും നിർണായകമാകുക. ഇത് കൺസൾട്ടൻസികൾ വഴി അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയാകും. അമേരിക്കൻ H-1B വിസ നേടുന്നത് പഴയതുപോലെ എളുപ്പമാകില്ല എന്ന സന്ദേശമാണ് US ഭരണകൂടവും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഇതൊരു നിർദ്ദേശം അഥവാ പ്രപ്പോസ്ഡ് റൂൾ മാത്രമാണ്. ഇത് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്ത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ നിയമമായി മാറുന്നത്. എങ്കിലും സർവകലാശാല വിസകൾ, IT കൺസൾട്ടൻസി നിയമനങ്ങൾ, തേർഡ് പാർട്ടി പ്രൊജക്ടുകൾ എന്നിവയിൽ ഇനി മുതൽ കടുത്ത പരിശോധനകൾ പ്രതീക്ഷിക്കാം. അമേരിക്കൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ സമയബന്ധിതമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക.